ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേരാണ്. ഇനി നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാസീവ് വൊളാറ്റിലിറ്റി ആയിരുന്നു എൻ്റയർ ഫൈനാൻഷ്യൽ കമ്മോഡിറ്റി മാർക്കറ്റുകളിൽ. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഇന്ന് ഏഷ്യയിൽ ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും താഴെയായിരുന്നു. അമേരിക്കയിലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സോഫ്റ്റ്വെയർ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം താഴെയായിരുന്നു. ഒപ്പം നമ്മൾ ഹാർഡ്വെയർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സാൻഡിസ്ക്, വെസ്റ്റേൺ ഡിജിറ്റൽ, സാൻഡിസ്ക് ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനി പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റലിന്റെ സബ്സിഡിയറിയാണ് സാൻഡിസ്ക്. സീഗേറ്റ് ടെക്നോളജീസ് റെക്കോർഡ് ഹൈന് അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാർഡ്വെയർ റിലേറ്റഡ് കമ്പനികളാണ് ഇന്നലെ അമേരിക്കയിൽ മുന്നേറിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നേറ്റം ഈ സ്റ്റോക്കുകളിൽ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന ഡിമാൻഡാണ്. 2030 വരെ ഈ കമ്പനികൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അഡീഷണൽ കപ്പാസിറ്റി വന്നെങ്കിൽ മാത്രമാണ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഇന്നലെ മാസീവ് സെൽ ഓഫ് നേരിട്ടിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓവറോൾ എല്ലാ മാർക്കറ്റുകളിലും ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ സെൻറ്റിമെൻ്റ് ആണ്. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിലൊരു ഭാഗമായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷം ഇനിയും വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ ഗോൾഡിൻ്റെ പ്രൈസ് ഒരവസരത്തിൽ $4,502.7 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,715 പെർ ഔൺസിനാണ്. സിൽവർ $65.45 പെർ ഔൺസ് വരെയൊക്കെ ഇന്നലെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $74 പെർ ഔൺസിനാണ്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇന്നലെ ഒരു അവസരത്തിൽ $119.6 പെർ ബാരൽ വരെയൊക്കെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ $106.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു കമ്മോഡിറ്റികളിലും ഇന്നലെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ക്രൈസിസിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറേ സെക്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. സോളാർ, വിൻഡ് പവർ, ഇത്തരത്തിലുള്ള സെക്ടർ സ്റ്റോക്കുകളിലായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം കാണാൻ പോകുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നെസ്ലെ ഇന്ത്യ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ TCS ABB ഒരു അലയൻസ് വന്നിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ആണ്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ഇന്റലിജൻസ് ദാറ്റ് ഓപ്പറേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജന്റിക് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ആണ്. ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ എൽട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്, ഗാലൻ ഡിസ്പാറ്റ്, IOL കെമിക്കൽസ്, സൂര്യ റോഷ്നി ഇതൊക്കെയാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള. ഇന്നലെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ സെല്ലേഴ്സ് ആയിരുന്നു. 7,558 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിരുന്നു. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,863 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും ഇന്നലെ വാങ്ങിയിരുന്നു. ഇന്നൊരു IPO ഓപ്പൺ ആവുന്നുണ്ട്. കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ്. സെൻട്രൽ മൈൻ പ്ലാനിംഗ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 172 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ഫേസ് വാല്യൂ 2 ഈ കമ്പനിയുടെ. ഓഫർ പ്രൈസ് ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അറ്റ് പാർ, അതായത് വാല്യൂഡ് ആണ്, ഫെയർ വാല്യുവേഷനിലാണ് വന്നിരിക്കുന്നത്. വലിയ ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യമൊന്നുമില്ല. എന്നിരുന്നാലും കോൾ ഇന്ത്യയുടെ ഒരു IPO ആണ്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് കഴിഞ്ഞോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മെയിൻ ബോർഡിലാണ് ഈ IPO വരുന്നത്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOയിൽ അപ്ലൈ ആവുന്നതാണ്. അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ മൈനർ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൽ ഖത്തറിന്റെ 17% LNG കപ്പാസിറ്റിയും കൂടി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത വർഷങ്ങളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഖത്തറിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ
രാജ്യങ്ങളിലേക്ക് പോകുന്ന LNG എക്സ്പോർട്സിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറവ് വന്നേക്കാം. ഇന്ത്യക്കും ധാരാളം LNG കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. അതേസമയം നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല സോഴ്സുകളും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് LNG ഇമ്പോർട്ട് ചെയ്യാനുള്ള പല പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, എല്ലാവരും വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം കണ്ടിന്യൂ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലുള്ളിൽ ഇത്തരത്തിലുള്ള സംഘർഷമൊക്കെ അവസാനിക്കുക എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.